അല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കസേരയിൽ ഇരുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർക്ക് എങ്ങനെയാണ് വാശിയോടെ നിലവിൽ വന്ന് ഒരാഴ്ച പോലും പിന്നിടുന്നതിന് മുമ്പ് ഒരു സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുന്നത്? സംസ്ഥാന നികുതിയുടെ വിഹിതം ഉപേക്ഷിക്കണം. ഇതിനെന്തിനാ ധവളപത്രം? അപ്പോ ജനങ്ങളെ സഹായിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാന പരിശോധന ആവശ്യമില്ല. ഇത് തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധമാവുന്നില്ല. ശ്രീ അനിൽ ബോസ്, ഈ സർക്കാർ ഇന്ധന നികുതി എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തുമോ? ഇന്ധനവില തുടർച്ചയായി വർദ്ധിച്ചിരിക്കുന്നു, അതിന്റെ ഭാരം ജനങ്ങൾ അനുഭവിക്കുന്നു. ആ കാര്യത്തിൽ സർക്കാരിന് സംശയമേതുമില്ലല്ലോ. ആ ജനതയെ സഹായിക്കാൻ സർക്കാർ എന്ത് ചെയ്യും? നിലവിൽ UDF ഒരു കീഴ്വഴക്കമുണ്ട് വേണു. 4 തവണ ഡീസലിനും പെട്രോളിനും വില കുറച്ചുകൊണ്ട് 610 കോടി രൂപയോളം സംസ്ഥാന ഖജനാവിന് കിട്ടേണ്ടത് വേണ്ടെന്ന് വെച്ച ഒരു മാതൃക ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതായി ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ഇവിടെ അതിനുശേഷം നടന്നിട്ടുള്ള വില വർധനവിലൂടെ 3100 കോടിയിലധികം രൂപ സർക്കാരിലേക്ക് വന്നിട്ടും അതിരൂക്ഷമായ വിലക്കയറ്റം, ആ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ സഹായിക്കാൻ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ, അന്നത്തെ വാക്കുകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ടാക്സി ഡ്രൈവേഴ്സിനെയും ഓട്ടോറിക്ഷക്കാരെയും സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം ഉമ്മൻചാണ്ടി 610 കോടി വേണ്ട എന്ന് വെച്ചു. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള വർധനവിൽ അധികമായി സർക്കാരിന് കിട്ടിയത് 3100 കോടി രൂപയാണ്. അതിൽ നിന്നൊരു സഹായവും ഇളവും നിങ്ങൾ ചെയ്തില്ല, അത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷെ അന്നത്തെ ഗവൺമെന്റ് ഒരു രീതിയിലും അത് സമ്മതിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ചെയ്യില്ല എന്നല്ല പറയുന്നത്. നികുതി കുറയ്ക്കുന്നതിന് ഇപ്പോഴുള്ള പരിമിതി ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി നടക്കുകയാണ്. എന്തിനാണ് ഒരു ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായിരുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലയളവിൽ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികളുടെ നിജസ്ഥിതി കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഒരു കരുതൽ നടപടിയിലേക്ക് പോയാൽ, അത് കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും ഒരു നടപടിയിലേക്ക് ഒരു ഗവൺമെന്റ് പോകുമ്പോൾ, ഒരു പുതിയ ഗവൺമെന്റാണ്, ഫുൾ സ്ട്രക്ചറിൽ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ടൈമാണ്, ഒരു കൂളിംഗ് ടൈം എന്ന് പറയാവുന്നതാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നിജസ്ഥിതി എന്തെന്ന് പഠിക്കാൻ ഒരു ധവളപത്രം, നമ്മുടെ വരവ്, നമ്മുടെ ചെലവ്, നമ്മുടെ കടം, നമ്മുടെ മിച്ചം, അത് നോക്കിയിട്ട് വേണം പുതിയൊരു സർക്കാർ നടപടികൾ സ്വീകരിക്കാൻ എന്നിരിക്കെ അത് മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളിപ്പോൾ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ സാധാരണക്കാരനെ സഹായിക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഒരു ഘട്ടത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ പറയാൻ കഴിയില്ല. ഞങ്ങളങ്ങനെ പറയില്ല. ഏത് മേഖലയിലാണോ ഇടപെട്ട് സാധാരണക്കാരനെ സഹായിക്കാൻ കഴിയുക, ആ നിലയിലൊക്കെ ഇടപെടാൻ കഴിയുന്ന വിശാലമായ വീക്ഷണം ഇന്നത്തെ ഗവൺമെന്റ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ സഭയിലുള്ള മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും അന്ന് ആ കസേരകളിൽ ഇരുന്നപ്പോൾ കാണിക്കാത്ത ആവേശമാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണിക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ ഇതിനേക്കാൾ കണക്കുകൾ സഹിതം സഭാരേഖകളിൽ ലിഖിതമാക്കിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് അന്നും മറുപടി പറയാതെ ഒളിച്ചോടിയവരാണ് ഇന്ന് ഈ ആവേശം കാണിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയണം. ഒരു കാര്യം, ഇടതുപക്ഷ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യമുണ്ട്, ആദ്യത്തെ അടിയന്തര പ്രമേയമാണ് പുതിയ പ്രതിപക്ഷത്തിന്റെ, ഏറ്റവും ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് അടിയന്തര പ്രമേയത്തിന്റെ വിഷയമായി അവർ കൊണ്ടുവന്നത്. കൂടാതെ രാഷ്ട്രീയത്തിനപ്പുറത്ത് എങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കാൻ കഴിയുക എന്ന തരത്തിൽ മിതമായ ഭാഷയിലാണ് ബാലഗോപാലായാലും പിണറായി വിജയനായാലും സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ അതൊരു ഭയങ്കരമായ വാക്പോരിലേക്കോ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള പ്രതികരണങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല. പരമാവധി ജനങ്ങൾക്ക് സഹായകരമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുകയാണ് ഇരുവരും ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങയിലേക്ക് വരാം. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടിയ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സഭയിലെ രീതികൾ ശരിയാണ്, ആ വിമർശനം നിലനിൽക്കുന്നു. പക്ഷേ ഈ സഭയിൽ ഇന്നവർ പുലർത്തിയ രീതി അത് നാം കാണാതിരുന്നൂടാ. വേഗം. അല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കസേരയിൽ ഇരുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർക്ക് എങ്ങനെയാണ് വാശിയോടെ നിലവിൽ വന്ന് ഒരാഴ്ച പോലും പിന്നിടുന്നതിന് മുമ്പ് ഒരു സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുന്നത്?
ആ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഓരോ അല്ലല്ല, അത് അങ്ങ് പ്രയോഗിച്ച വാക്കുകളാണ് നേരത്തെ വാശിയോടെ സംസാരിച്ചു വന്നത്. ശരി, അതല്ല വിഷയം. ഞാൻ വരാം ശരി. അല്ലല്ല, താങ്കൾ തന്നെ അത് പിൻവലിക്കുന്നുവെങ്കിൽ ശരി, കുഴപ്പമില്ല. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഐസക്കിനെ ചാരിയാണ് വി ഡി സതീശന്റെ പ്രതിരോധം. അതിനെ നിങ്ങൾ എങ്ങനെ മറികടക്കും? ഇതിൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെൻറ് തുടക്കം മുതലേ വസ്തുതയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മലയാളിക്കറിയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം ഈ കേരളത്തിലെ ഖജനാവ് സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. എന്നാൽ വിവരാവകാശ നിയമം അനുസരിച്ച് 5000 കോടിയിലേറെ രൂപ കേരള ഖജനാവിനുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1072 കോടി ഉറുപ്പിക പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചത് ഈ ഗവൺമെൻറ്റാണ്. പിന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ വരുമാനത്തിലുണ്ടായ വർധനയെ ആർക്കും നിഷേധിക്കാനാവുന്നതല്ല. 28,000 കോടിയുടെ സ്ഥാനത്ത് നിന്ന് 1,00,000 കോടിയാണ് ഇന്നത്തെ ഈ കേരളത്തിൻ്റെ വരുമാനം. കേന്ദ്രത്തിൽ RBIയുടെ കണക്കനുസരിച്ച് റവന്യൂ വരുമാന വർധന ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും ഏറെ ഉണ്ടായ സ്റ്റേറ്റ് കേരളമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വിലക്കയറ്റം സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം രൂക്ഷമായ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാക്കുന്നതിന് ആരാ കാരണക്കാർ? ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസ്സാണ്. കാരണം നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം അത് ഈ പറയുന്ന സ്വകാര്യ പെട്രോളിയം മുതലാളിമാർക്ക് കൊടുത്തിരിക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ടമാനം വില വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്. ഇപ്പോൾ 11 ദിവസക്കാലം കൊണ്ട് ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള 4 തവണയുള്ള വിലക്കയറ്റം ഉണ്ടായി. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും വാണിജ്യ സിലിണ്ടറിനെല്ലാം മേലെ വരുത്തിയിരിക്കുന്ന വില വർധന എത്രമാത്രം രൂക്ഷമാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് എത്ര വലിയ വർധനയാണ് അവിടെ. ഈ ജനുവരിയിൽ വാണിജ്യ സിലിണ്ടർ വില 1691 രൂപയാണ്. ഇപ്പോൾ 4 മാസം കൊണ്ട് 1544 രൂപ കൂട്ടിയിരിക്കുന്നു. ഇത്ര ഗൗരവമായിട്ടുള്ള വിലവർധന ഉണ്ടാക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വിലക്കയറ്റം രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ച നരേന്ദ്രമോദിക്കെതിരെ BJP ഗവൺമെൻറ്റിനെതിരെ ഒരു വാക്ക് ഉരിയാടാൻ ധൈര്യം കാണിക്കുന്നു ഈ ഗവൺമെൻറ്. ഇപ്പോൾ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, ഇന്നത്തെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന സൈക്കിൾ സവാരി സമരം അദ്ദേഹം നടത്തിയ എന്തിനു മേലെയാ? സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുന്ന വിൽപ്പന വിഹിതം അത് ഉപേക്ഷിക്കണം. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഈ 4 തവണയുള്ള വർധന കൊണ്ട് 1191 കോടി ഉറുപ്പിക സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിക്കും. നേരത്തെ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അംഗീകരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഉപേക്ഷിക്കണ്ടേ? ഉപേക്ഷിക്കുന്നത് എന്താ തടസ്സം? അങ്ങനെ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം തീരുമാനിച്ചാൽ 2 രൂപ ഡീസലിനും പെട്രോളിൻ്റെയും വില 1 ലിറ്ററിന് കുറയും. എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇവിടെ ഇന്നത്തെ നിയമസഭയിൽ ആവശ്യപ്പെടുന്ന 3 കാര്യമാണ്. ഒരു ചർച്ചയുടെയും ഒരു ധവളപത്രത്തിൻ്റെയും ആവശ്യമില്ല. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ എക്സൈസ് ഡ്യൂട്ടി വർധന അത് ഒഴിവാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. അതിനെന്തിനാണ് ധവളപത്രം? ഡീസലിനും പെട്രോളിനും മേലുള്ള റോഡ് സെസ് 1 വർഷത്തേക്ക് നിർത്തിവെക്കണം. അതിനെന്തിനാണ് ധവളപത്രം? സംസ്ഥാന നികുതിയുടെ വിഹിതം ഉപേക്ഷിക്കണം. ഇതിനെന്തിനാണ് ധവളപത്രം? അപ്പോൾ ജനങ്ങളെ സഹായിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാന പരിശോധന ആവശ്യമില്ല. ഇത് തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധമാവുന്നില്ല. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നാണ് മിസ്റ്റർ അനിൽ ബോസ് പറയുന്നത്? ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പെട്രോളിയം വർധന ഉണ്ടായ തവണ എത്രയാ? 16. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നികുതി ഉപേക്ഷിച്ച എത്ര തവണയാ? 3 തവണ. LDFിൻ്റെ ഗവൺമെൻറ് 2018, 2022 2 തവണ ഏതാണ്ട് 1000 കോടി രൂപയുടെ നികുതി അളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ് കാലത്ത്. എന്താ നിങ്ങൾ കാണാതിരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിലുള്ള പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കുന്നു. ഇപ്പോൾ കേന്ദ്രത്തിന് കണക്കെടുത്ത് പരിശോധിച്ചാൽ ചില്ലറ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 3 സംതിങ് ആണ് പണപ്പെരുപ്പ നിരക്ക്. അത് 5ലേക്ക് എത്തിച്ചേരും എന്ന് സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം പറയാണ്. അപ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഈ നാട് പോകുമ്പോൾ ജനങ്ങളുടെ ഗവൺമെൻറ്റാണെന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് ഇപ്പോൾ കൈക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന തീരുമാനങ്ങൾ ധവളപത്രമാവട്ടെ. പക്ഷേ പ്രകാശൻ മാഷ് അതിനുള്ള പ്രതിരോധം ഐസക്കിന്റെ വാക്കുകളാണ്. അതിനുള്ള അങ്ങയുടെ മറുപടി കൂടി ചർച്ച ചെയ്ത അല്ല, ഐസക്ക് ആ കാര്യം സംബന്ധിച്ച് മുന്നോട്ടേക്ക് വെച്ച നിർദ്ദേശങ്ങളാണല്ലോ ഇവിടെ ഇപ്പോൾ ആ ഗവൺമെന്റ് 5 കൊല്ലം നടപ്പിലാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി ഐസക് അല്ല, ബാലഗോപാലാണ്. ബാലഗോപാൽ ഇന്ന് സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലല്ലോ. 18ലും 22ലും വിൽപ്പന വിഹിതം ഉപേക്ഷിച്ചു ഞങ്ങൾ എന്ന്. 16-21 ഐസക് ആണല്ലോ അന്ന് ചൂണ്ടിക്കാട്ടിയ ഇളവ് വരുത്തിയ 2 സന്ദർഭങ്ങളിൽ. ഒരു സന്ദർഭത്തിൽ ഐസക് ആയിരുന്നല്ലോ ധനമന്ത്രി. വി ഡി സതീശൻ ഐസക്കിനെ ചാരി നടത്തിയിരിക്കുന്ന പ്രതിരോധമുണ്ട്. സർക്കാരിന് തുടർച്ചയോടെയാണല്ലോ, പ്രത്യേകിച്ച് 2 കക്ഷികളല്ലല്ലോ, ഒരേ കക്ഷി തന്നെ ഭരിച്ച സർക്കാരുകളുടെ തുടർച്ചയാകുമ്പോൾ അവിടെ പിന്നെ ഈ പറയുന്ന ഐസക് എന്നും ബാലഗോപാൽ എന്നുള്ള വ്യത്യാസം ഉണ്ടാവുകയും ഇല്ല. അപ്പോ ഐസക്കിനെ ചാരിയുള്ള സതീശന്റെ പ്രതിരോധത്തിന് അങ്ങയുടെ മറുപടി എന്നുണ്ടെങ്കിൽ മറ്റു അതിഥികളിലേക്ക് പോകണം. അല്ല, ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ഗവൺമെന്റ് ബാലഗോപാലൻ മിനിസ്റ്ററായിട്ടുള്ള
രണ്ടു സന്ദർഭത്തിൽ കുറച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2016 സന്ദർഭത്തിൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെന്റ് ഉണ്ടായിരുന്നൊരു അതെ 2018 2022 ഉണ്ടായിട്ടുള്ള കുറവിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. 2018 2022 LDF-ന്റെ ഗവൺമെന്റ് സൈക്കിൾ യാത്ര നടത്തിയ ആളാണ്. അല്ല, ഐസക് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നടപ്പിലാക്കാൻ മാത്രമല്ല, അതുകൊണ്ട് മാത്രമാണ് പ്രശ്നം പരിഹരിക്കാനാവില്ല. ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും രൂക്ഷമായ നിലക്കുള്ള പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകാർ, അതുപോലെ ടാക്സിക്കാർ, അതുപോലെ ഓട്ടോക്കാർ, അവർക്കെല്ലാം ഈ പറയുന്ന സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഐസക് നടപ്പിലാക്കി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നു.